നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ, ACP സാറല്ലേ? അതെ, ACP ഇന്ദ്രജിത്താണ്. സർ, ഗുഡ് ഈവനിങ്. ഞാൻ റോസ്മേരി ഹോസ്റ്റലിൽ നിന്ന് വാർഡൻ റീനാമിയ. എന്താ മാഡം ഈ രാത്രിയിൽ വിളിച്ചത്? ഹോസ്റ്റലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവിടെ സംശയാസ്പദമായ ആരെങ്കിലും അതിക്രമിച്ചു കയറിയോ? അതൊന്നുമല്ല സർ, ഇവിടെ താമസിക്കുന്ന ആ 5 കുട്ടികളുടെ പ്രശ്നമാണ്. ഓ, നമ്മുടെ 5 സുന്ദരികൾ. അവരെ ഞാൻ മീറ്റ് ചെയ്തതായിരുന്നല്ലോ. പക്ഷെ 5 പേരും സ്കിപ്പായി പൊക്കളഞ്ഞു. അവരോട് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? കുഴപ്പമുണ്ട് സർ, ഞാനത് പറയാം. ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ സർ. മാഡം, നാളെ ആ 5 പിള്ളേരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുപോവാ. ബാക്കിയാരെയും ഞാൻ ഏറ്റു. താങ്ക് യു സർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവിടെ ഒരു തൊപ്പി ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ മുഖം മറിച്ചു വന്നതാ. അതിന്റെ മാജിക് ക്യാപ്പാ. അതിങ്ങനെ ചരിച്ചു വെച്ചിട്ട് പെട്ടെന്ന് നോക്കിയ മുഖമില്ലാത്ത ഫീൽ വരും. എന്റെ പെർമിഷൻ ഇല്ലാതെ നീ എന്തിനാ എടുത്തേ? സോറി, മുഖം മറയ്ക്കാൻ വേണ്ടി എടുത്തതാ. അതെ, 2 രാത്രിയും 1 പകലും നീ ഇവിടെ ഹോസ്റ്റലില് എവിടെ ഒളിച്ചിരുന്നേ? ആ പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമിൽ വിളിച്ചത്. മന്ദാകിനി ചേർത്തി അവിടെ വരുന്ന കണ്ടപ്പോ സേഫ് അല്ലാന്ന് തോന്നി. പിന്നെ അവിടെ നിന്ന് ചാടി. ഇന്ന് ഞാൻ ഈ ഭാഗത്ത് വന്നപ്പോ ഈ മുറി തുറന്നു കിടക്കുന്നുണ്ട്. അപ്പൊ തന്നെ അകത്തേറി വിളിച്ചു. നിങ്ങൾ പൂട്ടിട്ട് പോയതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാനും കഴിഞ്ഞില്ല. പിന്നെ വിശന്ന് പൊരിഞ്ഞപ്പോ ഞാൻ മേഘയുടെ സ്നാക്സ് കൊടുത്ത് കഴിച്ചു. അപ്പൊ ഇന്നലെ രാത്രി കിച്ചണിൽ കയറി ഫുഡ് കഴിച്ചത് നീയാണോ? അതെ. ഇന്നലെ രാത്രി അമ്പിളിയെ കണ്ട് ഓടിപ്പോയത് നീയാണോ? അതും ഞാൻ തന്നെയാ. ലിയോ പാപ്പന്റെ ചില്ലുപടം നീ ഇതിന് താഴെ ഇട്ട് പൊട്ടിച്ചത്? അത് ഞാനല്ല. കള്ളം പറയല്ലേ ആരവേ? അല്ല, അത് ഞാനല്ല. അതെങ്ങനെ വീണ് പൊട്ടിയെന്ന് എനിക്കറിയില്ല. നീ എന്താ ഇവിടുന്ന് പോവാതിരുന്നേ? എങ്ങനെ പോവും? എന്റെ ഫോണും നിങ്ങൾ വാങ്ങി തന്ന ഡ്രസ്സൊക്കെ ഇവിടെയല്ലേ ഇരിക്കുന്നേ. പിന്നെ നിങ്ങൾ എനിക്ക് വണ്ടി കാശ് തരാന്ന് പറഞ്ഞിട്ട് അതും തന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ പോവാ? അത് ശരിയാണല്ലോ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ ഇന്ന് തന്നെ പോക്കോളാം. ഇവിടെ നിന്ന് പുറത്തെടുക്കാൻ നിങ്ങളെ സഹായിച്ചാൽ മാത്രം മതി. അപ്പൊ വണ്ടിക്കുള്ളിൽ എന്നാ നീ പോവോ? ആ, പോക്കോളാം. മാം, എന്താ എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷൻ? ഈ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല മാം, തീരെ പ്രതീക്ഷിച്ചില്ല. നീ ഓക്കെ അല്ലേ മോളെ? ഇന്നത്തെ പ്രശ്നത്തിന്റെ ഷോക്ക് നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ടല്ലോ. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാനത് മറന്നു മാം. ഗുഡ്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ ഹോസ്റ്റലിന്റെ റൂൾസ് എല്ലാവർക്കും ഒരുപോലെ ആയതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് ആരോടും മമത കാണിക്കാൻ പറ്റില്ല. ഉറങ്ങാൻ പോകുന്നതിനു മുൻപായിട്ട് എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നതാ.